നെക്സ്റ്റ് ഡയറക്റ്റ് ഡെമോക്രസി ഇൻ ദ കണ്ടംപററി വേൾഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രീസിലൊക്കെ ഏതൻസിലൊക്കെ ഫോളോ അപ്പ് ചെയ്യുന്ന ഡയറക്റ്റ് ഡെമോക്രസിയാണ്. കാരണം അവരുടെ ഭരണാധികാരിയെ എന്ത് ചെയ്യുന്നു, ലീഡേഴ്സും ജഡ്ജസൊക്കെ എന്ത് ചെയ്യുന്നു, ആരാണെങ്കിലും ഇപ്പോൾ മിലിറ്ററി ലീഡേഴ്സ് അതുപോലെ ജഡ്ജസ് ഇവരെയൊക്കെ എന്ത് ചെയ്യുന്നു, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോ മേക്കിങ്ങിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അവർക്ക് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ ആനുകാലിക ലോകത്ത് ഡയറക്റ്റ് ഡെമോക്രസി ഉണ്ടോ എന്നുള്ളതാണ് സംശയം. ഡയറക്റ്റ് ഡെമോക്രസി ഇൻ ഇറ്റ്സ് complete forms cannot be seen anywhere in the world today. However, some of its devices still exist in many democratic systems. Let us examine what they are. അതായത് ഡയറക്റ്റ് ഡെമോക്രസി കംപ്ലീറ്റ് ആയിട്ട്, ഇത് നമ്മൾ ഏതൻസിലെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊരു ഡയറക്റ്റ് ഡെമോക്രസി ഇപ്പോൾ നിലനിൽക്കുന്നില്ല. പക്ഷേ അതിൻ്റെ ചില ഡിവൈസസ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. അത് 4 ഡിവൈസസാണ്. ഡിവൈസസ് ഓഫ് ഡയറക്റ്റ് ഡെമോക്രസി ടെക്സ്റ്റ് ബുക്കിലുണ്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. എന്താണ്? റഫറൻഡം, റീകാൾ, പ്ലെബിസൈറ്റ്, ഇനിഷ്യേറ്റീവ്. ഇങ്ങനെ ചില കാര്യങ്ങളിലൂടെ ജനങ്ങൾക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ഈ ജനാധിപത്യത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് റഫറൻഡം? വാട്ട് ഡു യു മീൻ ബൈ റഫറൻഡം? A process in which law passed by the legislature are submitted to the people for their approval through voting. A process in which law passed by the legislatures are submitted to the people for their approval through വോട്ടിംഗ്. അതായത് നിയമം സഭ, അതായത് നിർമ്മാണ അവകാശമുള്ളൊരു സഭ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അപ്പോൾ ലെജിസ്ലേച്ചർ പാസ്സാക്കിയ നിയമം എന്തു ചെയ്യുന്നു, ജനങ്ങൾക്ക് മുമ്പിലേക്ക് സബ്മിറ്റ് ചെയ്യും. എന്നിട്ട് വോട്ടിങ്ങിലൂടെ ജനങ്ങൾക്ക് അതെന്ത് ചെയ്യാം, അപ്രൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഭരണാധികാരികൾ എന്ത് നിയമം കൊണ്ടുവന്നാലും ആ നിയമം ആരുടെ മുമ്പിലിടുന്നുണ്ട്, ജനങ്ങളുടെ മുമ്പിലിടുന്നുണ്ട്. ആ നിയമം വേണോ വേണ്ടയോ അല്ലേ, അപ്രൂവൽ ചെയ്യുന്നത് ആരായിരിക്കും, ജനങ്ങളായിരിക്കും. അതാണ് റഫറൻഡം എന്നതുകൊണ്ട്. ഇതിൽ ജനങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു മെഷീനറിയാണ് റഫറൻഡം. ഓക്കെ, നെക്സ്റ്റ് റീകാൾ. അത് നോക്കാം. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഓഫീസ് വെൻ ദെയർ പെർഫോമൻസ് ഈസ് അൺസാറ്റിസ്ഫാക്ടറി. ദിസ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ എ റിട്ടേൺ റിക്വസ്റ്റ് ഫ്രം എ സ്പെസിഫൈഡ് പെർസെൻറ്റേജ് ഓഫ് വോട്ടേഴ്സ്. റീകാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണാധികാരി അയാളെ ഓഫീസിൽ നിന്നും ഒഴിവാക്കുന്നതാണ്. അയാളുടെ പെർഫോമൻസ് നമുക്ക് തൃപ്തം അല്ലെങ്കിൽ അൺസാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ നമുക്ക് അയാൾ എന്ത് ചെയ്യാം, ഓഫീസിൽ നിന്നും ഒഴിവാക്കാം. ദിസ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ എ റിട്ടേൺ റിക്വസ്റ്റ് ഫ്രം എ സ്പെസിഫൈഡ് പെർസെൻറ്റേജ് ഓഫ് വോട്ടേഴ്സ്. ഈ റീകാൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? അതായത് നമ്മൾ ഒരു നിശ്ചിത ഒരു 100 ആളുണ്ടെങ്കിൽ 50, അതായത് 50% ആളുകളെങ്കിലും ഒരു എഴുതപ്പെട്ട റിക്വസ്റ്റ് തന്നാൽ അയാളെ നമുക്ക് ഒഴിവാക്കാം. അല്ലാതെ ആരെങ്കിലും 1-2 പേര് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരോ ഇന്ന ആൾ, ഇപ്പോൾ പിണറായി വിജയന് എന്തെങ്കിലും കേസിൽ പെട്ടു, കള്ളക്കേസിലായിരിക്കും ചിലപ്പോൾ ഉള്ളതായിരിക്കും. അപ്പം പ്രതിപക്ഷം എന്ത് ചെയ്യും, ഇളകൽ തുടങ്ങും, അയാൾ രാജിവെക്കണം, പറ്റൂല, അങ്ങനെ. അതുകൊണ്ട് പറ്റില്ല. ഒരു നിശ്ചിത ശതമാനം വോട്ടേഴ്സ് എന്ത് ചെയ്യണം, റിട്ടേൺ റിക്വസ്റ്റ് ആയിട്ട് തന്നാൽ അയാൾ ഒഴിവാക്കാം. നെക്സ്റ്റ് പ്ലെബിസൈറ്റ്, എ മെത്തേഡ് യൂസ്ഡ് ടു അസർട്ടൈൻ ദ വിൽ ഓഫ് ദ പീപ്പിൾ ഓൺ വെരി ഇമ്പോർട്ടൻറ്റ് പബ്ലിക് ഇഷ്യൂസ്. അതായത് ജനങ്ങളുടെ എന്തെങ്കിലും പൊതുവായിട്ടുള്ളൊരു പ്രശ്നത്തിൽ ജനങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ഇടപെടാം. അത് ഒരു പത്രമായിട്ടൊക്കെ അവർക്ക് വിൽപത്രം, അതായത് അവരുടെ സമ്മതം അതിൽ ഇടപെടുന്നതിന് പബ്ലിക് ഇഷ്യൂവിൽ എന്ത് ചെയ്യാം, ജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പബ്ലിക് ഇഷ്യൂ അതിലിടപെടുന്നതാണ് പ്ലെബിസൈറ്റ് എന്ന് പറയുന്നത്. ഇനീഷ്യേറ്റീവ്, എ വേ ഫോർ പീപ്പിൾ ടു ഡയറക്ട്ലി ഇൻ്റർവീൻ ലോ മേക്കിംഗ്. ദേ സബ്മിറ്റ് ടു ദ ലെജിസ്ലേച്ചർ ഐദർ എ ഡ്രാഫ്റ്റ് ഓർ കംപ്ലീറ്റ് വേർഷൻ ഓഫ് ദ ലോ ദേ ഡിസയർ. വേ ഓഫ് പീപ്പിൾ ടു ഡയറക്ട്ലി ഇൻ്റർവീൻ ഇൻ ലോ മേക്കിംഗ്, അതായത് നിയമം ഉണ്ടാക്കുന്നതിൽ ഡയറക്റ്റായിട്ട് ഇടപെടാനുള്ള ഒരു വേ ആണ് ഇനീഷ്യേറ്റീവ്. ദേ സബ്മിറ്റ് ടു ദ ലെജിസ്ലേച്ചർ ഐദർ എ ഡ്രാഫ്റ്റ് ഓർ കംപ്ലീറ്റ് വേർഷൻ ഓഫ് ലോ ദേ ഡിസയർ. അതായത് ഏത് നിയമമാണോ വരേണ്ടത് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റോ അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു വേർഷനൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യുന്നു, അത് നമ്മുടെ ഭരണാധികാരിക്ക് മുമ്പിൽ കൊണ്ടുവന്നാൽ അത് നടപ്പാക്കാം. ഇങ്ങനെ 4 ഡിവൈസസാണ് ഡയറക്റ്റ് ഡെമോക്രസിക്കുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഡയറക്റ്റ് ഡെമോക്രസി ഇന്ന് ആനുകാലികമായിട്ട് പ്രാക്ടിക്കലല്ല. അപ്പോൾ ചില കാര്യങ്ങളിലൂടെ നമുക്ക് ഡയറക്റ്റ് ഡെമോക്രസീൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? റഫറൻഡം, റീകാൾ, പ്ലെബിസൈറ്റ് ആൻഡ്
initiated. Switzerland is a country where direct democratic devices exist. As the size of states and population increased, direct democracy in the Greek model became impractical. That is how indirect democracy or representative democracy, in which people elect their representative to govern, came into being. Let us examine the features of this system. അപ്പോൾ നമ്മൾ പറയും സ്വിറ്റ്സർലാൻഡ് ആണ് ഇന്ന് ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് ഇതുപോലെ റഫറൻഡം, റീകാർഡ്, പ്ലെബിസൈറ്റ്, ഇനീഷ്യേറ്റീവ് ഇങ്ങനെ ചില ഡിവൈസസ് ഫോളോ അപ്പ് ചെയ്യുന്നെങ്കിലും ആസ് ദ സൈസ് ഓഫ് സ്റ്റേറ്റ്സ് ആൻഡ് പോപ്പുലേഷൻ ഇൻക്രീസ്, അത് രാജ്യത്തിൻ്റെ വലുപ്പവും ജനസംഖ്യയും വർദ്ധിക്കുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് പ്രാക്ടിക്കൽ ആവില്ല, ഡയറക്റ്റ് ഡെമോക്രസി പ്രാക്ടിക്കൽ ആവില്ല. ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് മിക്ക രാജ്യങ്ങളിലും, വേൾഡിലെ മിക്ക രാജ്യങ്ങളിലും ഫോളോ ചെയ്യുന്നത് ഡയറക്റ്റ് ഡെമോക്രസിയാണ്. അപ്പോൾ നമുക്കും എല്ലായിടത്തും ഇപ്പം തന്നെയാണ് ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, ഇന്നത്തെ ക്ലാസ് ഇത്ര തന്നെ ഉള്ളൂ. ഇതിൽ ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുകയോ ക്ലാസ് എന്തെങ്കിലും പ്രയാസങ്ങൾ തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. ഞാൻ ആ ക്ലാസ് പ്രത്യേകമായിട്ട് പറഞ്ഞു തരാം. ആ ഒരു നോട്ട്, ഏതെങ്കിലും നോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിൻ്റ് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ്